ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കൈപ്പക്കയും തക്കാളിയും വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കാം കേട്ടോ. സംഭവം എന്നൊക്കെ പറയുന്നത് എനിക്കിതിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഉപ്പേരിയാണോ ചോദിച്ചാൽ ഉപ്പേരിയല്ല, എന്ന കറിയാണോ ചോദിച്ചാൽ കറിയുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും ഭയങ്കര ടേസ്റ്റിയാണെന്നുള്ള കാര്യം അറിയാം. എന്നാൽ പിന്നെ അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൈപ്പക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഓരോരുത്തർക്ക് ആവശ്യമുള്ള അളവനുസരിച്ച് ചെയ്യട്ടോ. ഇതിന് പ്രത്യേക അളവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്രയാണോ സാധനങ്ങൾ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യട്ടോ. നമ്മുടെ ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കൈപ്പക്കയും തക്കാളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി അടച്ച് വെച്ചൊന്ന് വേവിക്കുക കേട്ടോ. തക്കാളി ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർക്കട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കട്ടോ. ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയുടെ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൈപ്പക്കയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ട് നല്ലൊരു ഗ്രേവി രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒന്നാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.